പിന്നെ വാവേ, എന്നാലും ഇപ്പം നമുക്ക് കല്യാണമൊക്കെ ഒന്ന് നോക്കി തുടങ്ങുക. ആരെങ്കിലും മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയേ. അമ്മേനോട് പറഞ്ഞു കേട്ടോ, നമുക്ക് ആലോചിക്കാം. ആരെങ്കിലും പറഞ്ഞാൽ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഉറപ്പ്. കുറുകലെന്നെ പണി, കുറുകലെന്നെ ഫോൺ എടുത്ത് കുറുകലെന്നെ എൻ്റെ പണി. കുടുങ്ങി 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 ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴേക്കും പാറിങ്ങനെ വരും. ഏത് നരകത്തിലാണെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം തന്നെ എനിക്ക് ഉറപ്പ് തന്നെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് എൻ്റെ അച്ഛയമ്മയ്ക്ക് കാരണവന്മാരായിട്ട് കണ്ടുപിടിച്ച് ഓല അനുഗ്രഹത്തിൽ ഇങ്ങനെ പോയി കല്യാണം കഴിച്ച് ഉറപ്പേന്ന് എൻ്റെ കുറുകിൽ കണ്ടപ്പോഴേക്കും ഉറപ്പേ. അതന്നെ ഞാൻ എന്നോട് ചോദിച്ചത് ഉണ്ടോ എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു ഉണ്ട് തരേ. ഹേയ് ഇന്ന് ചോർക്കണ്ട. ആ പൊരി വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കണ എൻ്റെ അച്ഛനെ ചോർത്തോ ഇല്ലല്ലോ. ഓരോന്നിനെ കണ്ടുപിടിച്ചൊക്കെ എന്തൊരു പണി ചെതറിഞ്ഞാൽ തച്ചിട്ടാണ് ഞാൻ കൊല്ലു പറഞ്ഞു. കണ്ടുകൊണ്ടു. അല്ല ഇനിയിപ്പോൾ ജാതി പേതാ? മുസ്ലിം എങ്ങാനും ആണോ അതോ ക്രിസ്ത്യാനിയോ? അല്ല നിങ്ങളെ കാര്യം പറയാൻ പറ്റൂലേ? നിങ്ങൾ ഈ പ്രായത്തിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, വായില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കണവരാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഒക്കെ പിടിച്ചിട്ട് വരും. ഏതാ ജാതി? അല്ല നിങ്ങളിപ്പോൾ എങ്ങനെ പരിചയം? ഒപ്പം പഠിച്ചതാ? ഇന്നെ ഞാൻ പറഞ്ഞതാണ് ഈ ഓലക്കമ്മത്തെ ഫോൺ വാങ്ങിക്കൊടുക്കണ്ട എന്നുള്ളത്. ഇതൊക്കെ ഫോണില്ല, എനിക്ക് മാത്രമേ ഫോണില്ലാത്തതേ ഉള്ളൂ, ഈ ഫ്രണ്ട്സിനൊക്കെ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾക്ക് തന്നെ തന്നില്ലേ? എനിക്കറിയില്ലേ ഭാവിക്കും അച്ഛയ്ക്കാണ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. ഇല്ലേ? വേണ്ടതൊക്കേനും വാങ്ങി തന്നു. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചു. എനിക്ക് പോണത് പറഞ്ഞിടത്ത് കൂടെ ഒക്കെ ഞങ്ങൾ വിട്ടു.